അസ്സലാമലൈക്കും ഹായോൾ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് ഇവിടെ എൻ്റെ ചെറിയ മോൾക്ക് നോമ്പാണ്. അപ്പോൾ മോള് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോമ്പെടുത്താലേ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കിട്ടുള്ളൂ എന്നറിയാം. അതുകൊണ്ട് പൊറോട്ടയും ബീഫോ. അപ്പോൾ മൈദ പൊറോട്ടയെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാട്ടാ. അപ്പോൾ ഓൾക്കറിയാം നോമ്പെടുത്ത് പറഞ്ഞാലേ കിട്ടുള്ളൂ എന്നുള്ള. അങ്ങനെ ഞാൻ പൊറോട്ടയുടെ പൊടി കുഴക്കുന്നതാണ്. 3 കപ്പ് 250 ml 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത് പാലിലാണ്. പാല് വേണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് വെള്ളത്തിലും കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മൈദയിൽ നിങ്ങൾക്കറിയാലോ ഒന്നുമില്ലാത്തൊരു സംഭവമാണ് ഈ മൈദ എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക് കൊടുക്കാൻ ഒട്ടും ഇഷ്ടമല്ല. പണ്ടത്തെ ഉമ്മയാണ് നല്ലതെന്ന് എൻ്റെ മക്കൾ പറയുന്നത്. കാരണം പണ്ടെല്ലാണെങ്കിൽ ഇഷ്ടം പോലെ പൊറോട്ട എല്ലാം പറയുന്ന സമയത്തൊക്കെ ചുട്ടു കൊടുക്കലുണ്ട്. ഇപ്പം കുറേ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് മടിയാണ്. പിന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിൽ എത്രയോ ബെസ്റ്റല്ലേ നമ്മൾ തന്നെ ഇങ്ങനെ മുട്ടയും പാലും ഒക്കെ ഇട്ടിട്ട് കുഴച്ചെടുത്ത മൈദയാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സയൻറ്റിഫിക്കായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ ഈ രണ്ടാമത്തെ മോക്ക് മുട്ട തിന്നാൻ ഭയങ്കര മടിയാണ്. പിന്നെ അപ്പാട് നമ്മളിപ്പോൾ ഒരു ബുൾസിയാക്കി കൊടുത്താലോ അടയാക്കി കൊടുത്താലോ അവൾ കഴിക്കില്ല. ഒരാൾ കഴിക്കും, ഒരാൾ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെല്ലാം നിങ്ങൾക്ക് കാണാം എൻ്റെ എല്ലാ ഡിഷസിലും ഞാൻ ഇങ്ങനെ മുട്ട പിടിച്ച് ആഡ് ചെയ്യുന്നത്. കാരണം അവളെ കയ്യിൽ പ്രോട്ടീനാണല്ലോ നല്ല. അപ്പോൾ അത് അവൾക്ക് എത്തട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൊറോട്ട എന്തുകൊണ്ടും നമുക്ക് ഹെൽത്തി ഒന്നുമല്ല. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഒരു നുറുക്ക് കൈകളൊക്കെ ചേർത്തിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. നമ്മളൊരു വിരലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ വിരലം ഊർന്ന് പോകണം. അത്രയും നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറേ സമയമൊന്നും വെക്കുന്നത്, ഒരു 1/2 hour കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ടുള്ള ബീഫ് ഉണ്ടാക്കുന്ന ഒരു സമയം വരെ ഇതൊന്ന് സെറ്റ് ആവട്ടെ. അല്ലാതെ നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടും അങ്ങനത്തെ പരിപാടിയൊന്നും ഇന്ന് ചെയ്തിട്ടില്ല. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കിയാൽ ഈസിയാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ റെഡിയാവും. അപ്പോൾ ഞാൻ ബീഫ് റോസ്റ്റിനുള്ള കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു 3 വലിയ ഉള്ളി കേട്ടോ എടുത്തത്. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് പരിപാടി കഴിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് നല്ലപോലെ കഴുകിയിട്ട് വിനീഗറൊക്കെ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 3/4 കിലോ ബീഫ് ഉണ്ടാവും. ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിന് കേട്ടോ. എപ്പോഴും ഞാൻ 1 കിലോ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് അറിയാക്കാൻ അങ്ങനെ എന്തിനൊക്കെ നല്ലതാണല്ലോ. ഇനിയിപ്പോൾ കട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതിലിടാം. ഈസി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് കേട്ടോ. കുറേ സമയം വഴറ്റേണ്ട ഒരു പരിപാടിയുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്താണ് കുറച്ച് നുറുക്ക് പണികളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഞെരടി യോജിപ്പിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. അത്രേ പണിയുള്ളൂ കേട്ടോ. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പൊറോട്ട വീശി ചുട്ട് സെറ്റാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി മെത്തേഡ് എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മല്ലിപ്പൊടി കഴിയാനായി കേട്ടോ. മല്ലിപ്പൊടിൻ്റെ റെസിപ്പി ഇൻഷാ അല്ലാ ഞാൻ ലോങ് വീഡിയോയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്യാം. ഞാൻ ഷോർട്ടിൽ തന്നെ അപ്ലോഡ് ചെയ്ത്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ബീഫാട്ടോ ഞാൻ 1 കിലോ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ എങ്ങനെയെങ്കിലും അതൊന്ന് വേവിച്ചെടുക്കുക. സാധാരണ ഓരോരുത്തർക്ക് അറിയാലോ ഓരോരുത്തർ ബീഫ് വേവാനുള്ള ടൈം. അപ്പോൾ ഇത് തേങ്ങാക്കൊത്ത് നിർബന്ധമാണ് എനിക്കിവിടെ ബീഫ് റോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് കട്ട് ചെയ്ത് അത് മാറ്റി വെച്ച് നമ്മൾ പൊറോട്ട ചൂടാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് ബോൾ പിടിച്ചെടുക്കണം. പൊറോട്ട ഓരോന്നോരോന്നായി ഉരുളകളാക്കി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പം നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ലേ, മനസ്സിലാകുന്നില്ല. എന്താണ് പാലും മുട്ടയൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചാൽ തന്നെ പൊടി നല്ല സോഫ്റ്റ് ആയിരിക്കും. പൊറോട്ട കഴിക്കാനും പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയുടെ രുചിയായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്ന പൊറോട്ട എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് ടേസ്റ്റിലുണ്ടാവും. നമുക്ക് പിറ്റേ ദിവസം ആയാലും ഒക്കെ ചൂടാക്കി കഴിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനത്തെ പൊറോട്ട എന്ന് പറയുന്നത്. പൊറോട്ട നമ്മൾ ആരോട് അധികം കഴിക്കണമെന്ന് പറയാനും പറ്റില്ല. ഞാൻ ഇതിനു മുമ്പേ വീറ്റ് പൊറോട്ട ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും വീറ്റ് പൊറോട്ടയാണ് ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പൊറോട്ട ഈസിയാണ്. ഞാൻ ഇടയ്ക്കിടെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ആദ്യമെല്ലാം പൊറോട്ട. പക്ഷേ ഇപ്പം ഭയങ്കര മടിയാണ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിൽ ഒട്ടും ഇഷ്ടമില്ല. പുറത്തെ പൊറോട്ട എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ തന്നെ കുഴച്ച് പരത്തി ചുട്ടെടുക്കുന്ന പൊറോട്ട എന്ന് പറയുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ മോള് പറഞ്ഞിപ്പോൾ പൊറോട്ടക്കൊക്കെ ഇനിയിപ്പോൾ ടാക്സൊക്കെ കൂടുന്നുണ്ട് ഉമ്മ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുമ്പോൾ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലൊക്കെ അങ്ങനെയൊക്കെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താണെന്നറിയില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പൊറോട്ട ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് കൂടുതലാണ്, അതുകൊണ്ട് അതിന് ടാക്സ് ഉണ്ട് എന്നൊക്കെ അവൾ സംസാരിക്കുന്ന കേട്ട്. ഞാനറിയില്ല, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. എന്തായാലും പൊറോട്ട ഉണ്ടാക്കാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പണിയാണല്ലോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്ന് പരത്തിയിട്ട് നമ്മൾ അട്ടിക്കട്ടിക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ, പൊറോട്ട എന്തായാലും വെളിച്ചെണ്ണ തരച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ടേസ്റ്റ്. അങ്ങനെ ഓരോന്നോരോന്ന് വെളിച്ചെണ്ണ തൂവിയിട്ട് ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നെയ്യൊന്നും ഇല്ലെങ്കിൽ പൊറോട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. കഴിക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് കഴിക്കുക, കഴിക്കുന്നില്ലേ കഴിക്കണ്ട ഒഴിവാക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്
ഇതിപ്പോൾ നമ്മൾ റൗണ്ടായിട്ട് ഒരു എല്ലാ സൈഡും ഇങ്ങനെ തടിയില്ലാതെ നൈസായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് വീശാൻ എളുപ്പത്തിൽ കഴിയും. ഫസ്റ്റ് ടൈം ചുടുന്ന ആൾക്കാരെല്ലാണെങ്കിൽ ഇതേപോലെ നല്ലോണം നൈസാക്കി പരത്തിയെടുത്തതിന് ശേഷം കണ്ടില്ല, ഒരു സൈഡ് ഈ 2 സൈഡും നമ്മളിങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ കൈകൊണ്ട് പിടിച്ച് ഒരടി അടിച്ചു കൊടുക്കുക. വീണ്ടും അതേപോലെ ഒന്ന് വീശുക. അതായത് നമ്മളൊന്ന് ആ കൗണ്ടർ ടോപ്പിലേക്ക് പൊറോട്ടനെ വീശുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് വരും കേട്ടോ. എത്രത്തോളം പൊറോട്ട നൈസായി കിട്ടുന്നു അത്രത്തോളം നമ്മൾ പൊറോട്ട സോഫ്റ്റായി കിട്ടും. ഇനിയിപ്പോൾ ഇത് ഉള്ളിലേക്ക് കുറച്ച് നെയ്ത് തടവിയതിന് ശേഷം നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുന്ന ആ ഒരു സമയത്ത് ലെയർ നല്ലപോലെ വന്നോളൂ കേട്ടോ. നല്ല ലെയർ വേണമല്ലോ പൊറോട്ടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ചുരുട്ടിയെടുക്കുക. ഈ കാണുന്ന പോലെ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല, അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അടിപൊളി പൊറോട്ടയായിട്ട് കിട്ടും. എത്ര വീശാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ 1 2 2 ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടിപ്പോലും ചെയ്യും. അത് കുഴപ്പമൊന്നും വേണ്ട, പൊട്ടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ടേസ്റ്റ് വൈസ് പൊറോട്ട നന്നായിരിക്കണം, നല്ല സോഫ്റ്റ് ആയിരിക്കണം, ഹാർഡായി പോകരുത് പൊറോട്ട. അപ്പോൾ പൊറോട്ട പൊടി കുഴക്കുമ്പോൾ നമ്മൾ ഓവർ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ ഇതെല്ലാം വീശി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കണം. പൊറോട്ട എപ്പോഴും ചൂടോടെ ചുട്ട് തിന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി എന്താണ്, ബീഫ് കുക്കറിൽ വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ തേങ്ങ കൊത്തുണ്ടല്ലോ അത് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് ഈ ബീഫിൻ്റെ ആ ഒരു കറി അതിലിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അത്രയേ പരിപാടിയുള്ളൂ കേട്ടോ. അതിനിടയിൽ നമുക്ക് പൊറോട്ട ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചുട്ടെടുക്കാം. ഞാനെല്ലാം ഒറ്റയ്ക്ക് ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് മറന്നുപോയി, കുറച്ച് ഉലുവ പൊട്ടിക്കണം, കുറച്ച് പെരിഞ്ചീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഫസ്റ്റ് എന്നിട്ടാണ് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് എല്ലാം തേങ്ങാക്കൊത്തൊന്ന് ഗോൾഡൻ കളറാകുന്ന ആ ഒരു സമയത്ത് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ വേവിക്കുന്ന സമയത്ത് കറിവേപ്പില ഇട്ടിന് മല്ലിയില ഇതിലിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ മല്ലിയിലൊന്നും വേണ്ട. എന്നിട്ട് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നോട് കുറച്ച് വെള്ളം കൂടിപ്പോയിന് ബീഫിന് വേവിക്കുന്ന സമയത്ത്. ഇത്ര വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് വേഗം വറ്റിച്ച് കിട്ടും കേട്ടോ. വെള്ളം കൂടി ഇനി നല്ല ഗ്രേവിയോട് കൂടി ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ചിട്ട് എല്ലാം കൂടി മിക്സാൽ സ്റ്റൗ ഓഫ് ചെയ്താളിയാ. ഇവിടെ ചാറോട് കൂടിയുള്ള ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് വേണ്ടത് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ പൊറോട്ട പരത്തുന്നുമുണ്ട്. പൊറോട്ട നല്ല പ്രൊഫഷണൽസാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ പരത്തി എടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ കോല് ഉപയോഗിച്ചിട്ട് തന്നെ പരത്തിയാൽ മതി കേട്ടോ. പരത്തിയിട്ട് ഞാനിവിടെ നല്ല നൈസ് പൊറോട്ടയാക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ പൊറോട്ടയാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടം. ഇനി അതല്ല മൊരിയാണ്ട് ഉള്ള പൊറോട്ടയാണ് കുറച്ച് തടിയോടുകൂടി ചുട്ടാലും കുഴപ്പമൊന്നുമില്ല, നേരിയതാക്കിയിട്ട് ചുടുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചുടുന്നാലാണെങ്കിലേ ആദ്യം ഒന്ന് നൈസായിട്ട് ചുട്ടു കൊടുക്കുക, കട്ടിയിലും ചുട്ടു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോന്ന് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാമെന്നല്ല. ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുക ഇവിടുത്തെ ആൾക്കാരെ ടേസ്റ്റും രീതികളും അനുസരിച്ചിട്ടാണല്ലോ. ഇവിടെ എല്ലാം മക്കൾ വന്ന് നിൽക്കും പൊറോട്ട ചൂടുന്നത്. തുമ്മ നൈസായിട്ട് പരത്തേണ്ട, നല്ലോണം നെയ്യ് ഒഴിച്ചിട്ട് മൊരിച്ചെടുത്തിട്ട് തരണമെന്ന്. അങ്ങനെ ഇവിടുത്തെ ഇഷ്ടം. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ കട്ടിയിൽ ചുട്ടിട്ട് അതുപോലെ ആക്കിയെടുക്കാം, ഒന്നും കുഴപ്പമില്ല കേട്ടോ. പൊറോട്ട ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ലാത്തല്ല, എല്ലാവർക്കും പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം തന്നെ. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ, നല്ല ഇഷ്ടമാണ് പൊറോട്ട കഴിക്കാനായിട്ട്. ഞാൻ ഏതൊരു ഫംഗ്ഷനിലും പോലും പൊറോട്ട തന്നെ ഫസ്റ്റ് എൻ്റെ പ്ലേറ്റിലേക്ക് പോരാ. പക്ഷേ എന്താ ഇപ്പോൾ കുറേ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉള്ളതുകൊണ്ട് ഉണ്ടാക്കാൻ മടിയാണ്. നമ്മളോ ഇങ്ങനെയായിരുന്നു, മക്കളെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കാമല്ലോ എന്നുള്ളത് കൊണ്ട് എനിക്ക് ചുട്ടു കൊടുക്കാൻ മടി. അപ്പോൾ എൻ്റെ മോള് ഭീഷണിപ്പെടുത്തണം, ഇന്ന് ഞമ്മ ചുട്ടാന്നിട്ടില്ലെങ്കിൽ ഞാൻ നാളെ സ്കൂളിൽ പോയിട്ട് ലഞ്ച് ബ്രേക്കിന് പൊറോട്ട റോള് വാങ്ങിയിട്ട് കഴിക്കും എന്നുള്ള. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിൽ എത്രയോ ബെസ്റ്റാണല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കുറേ ദിവസം എൻ്റെ അടുത്ത് പറയുന്നത്, ഞാനിങ്ങനെ ബാക്കൗട്ട് അടിച്ച് നിൽക്കുകയാണ് പൊറോട്ട. ഞാൻ പിന്നെ വിചാരിക്കും വേണ്ട അതല്ല. ഇനിയിപ്പോൾ പൊറോട്ടൻ്റെ ഒക്കെ അധികം ഞാൻ കൊടുക്കുക എന്താണെന്നാ, ഒന്നുകൂടെ കടലക്കറി, ചെറുപയർ കറി, അതെല്ലാം എൻ്റെ മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ പൊറോട്ട സൈഡ് ഡിഷായിട്ട് ഉണ്ടാവുമില്ല. അപ്പോൾ ആ കറി കൂട്ടിയിട്ട് കഴിക്കും, പൊറോട്ട എങ്ങനെയെങ്കിലും കിട്ടണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. ഞാൻ അധികം പൊറോട്ട ചുട്ടെടുക്കുന്നത് രാവിലെയാണ്. രാവിലെ ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, വൈകുന്നേരത്തേക്കെല്ലാം ദഹന കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. ഇതിപ്പോൾ വൈകുന്നേരം ചുടാൻ ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ നല്ലപോലെ വെളിച്ചെണ്ണയും ഗീയും മിക്സാക്കിയിട്ട് ഞാൻ പൊറോട്ട ചുട്ടെടുക്കുന്നത്. പൊറോട്ട നല്ല ഗോൾഡൻ കളറാകുന്നവരെ ചുട്ടെടുക്കുക. ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നെയ്യ് തൂവി കൊടുത്തിട്ട് മറിച്ചിട്ടിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ അപ്പുറത്തും പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ മൊരിച്ചെടുക്കുക. അപ്പോൾ പൊറോട്ട ചുടുന്നതിന് ഒരു എണ്ണയ്ക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നാലേ പൊറോട്ട നല്ല ടേസ്റ്റായി കിട്ടുള്ളൂ കേട്ടോ. ചുടുന്ന കാര്യം ശ്രദ്ധിക്കണം, കുഴക്കുന്ന കാര്യം ശ്രദ്ധിക്കണം, പരത്തുന്ന കാര്യം ശ്രദ്ധിക്കണം, വീശുന്ന കാര്യം ശ്രദ്ധിക്കണം. ഓരോ സ്റ്റെപ്പും നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്താൽ നല്ല അടിപൊളി പൊറോട്ടയിൽ ഇടും. പൊറോട്ട ഇപ്പോൾ കഴിക്കണേ എങ്ങനെയും കഴിക്കാം, അതിപ്പോൾ വിഷയമൊന്നുമല്ല. നമ്മളെ വീശാതെ കീറി മുറിച്ചിട്ട് അങ്ങനെ ചുരുട്ടിയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ നമ്മൾ എത്രത്തോളം നമ്മൾ നല്ല പെർഫെക്ഷനോടുകൂടി ഉണ്ടാക്കുന്നോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കുറച്ച് കൂടും. എങ്ങനെയും പൊറോട്ട ഉണ്ടാക്കാമല്ലോ. അപ്പോൾ
മുട്ടുന്ന സമയത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൗണ്ടർ ടോപ്പിൽ കൈവച്ച് മുട്ടി എടുക്കുകയാണ്. നല്ല പോലെ പൊറോട്ട അടിച്ചെടുക്കണം. അടിച്ചിട്ട് നല്ലോണം പൊറോട്ടനെ സോഫ്റ്റ് ആക്കണം. അടിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം കേട്ടോ. നല്ല പോലെ അടിച്ചാലേ പൊറോട്ട സോഫ്റ്റ് ആകും. ചില ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയ പൊറോട്ട അടിക്കാണ്ട് കൊണ്ടു തന്നാലുണ്ടാവും ഒരു ടേസ്റ്റ് കിട്ടൂല. അഥവാ പൊറോട്ട അടിക്കുന്ന കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കട്ടെ. നല്ലോണം കൈ കൊണ്ട് അടിച്ചെടുക്കുക. ചൂട് കൂടുന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഒന്ന് വെച്ചെടുത്താൽ കൈ പെട്ടെന്ന് തണുക്കും കേട്ടോ. നല്ലോണം പൊള്ളിപ്പോവും കൈ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടിൽ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ പൊറോട്ട നല്ല ലെയറിൽ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഓരോ പൊറോട്ടയുടെയും കണ്ട അടിപൊളിയായിട്ട് പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പൊറോട്ട ഒരു സൈഡിൽ ഫുള്ള് ചുട്ടെടുത്ത് അപ്പോഴത്തേക്ക് ബീഫ് റോസ്റ്റ് നല്ലപോലെ ഡ്രൈ ആയി വന്നപ്പോൾ ഒരു 1 ടീസ്പൂൺ ഞാൻ അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടില്ല ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. കാരണം വരൽ പരിപാടി ഒന്നുമില്ല. എല്ലാം കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കുക്കറിൽ വേവിക്കുക. പിന്നെ വെളിച്ചെണ്ണയിലിട്ടിട്ട് നമ്മളിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യേണ്ട എല്ലാ ജോലികളും ചെയ്യുകയും ചെയ്യാം. അവിടെ എന്താണ് നമ്മളിപ്പോൾ ഉള്ളിയെല്ലാം വയറ്റാതെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ബീഫ് റോസ്റ്റ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം പെപ്പറിന്ന് ഇങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നല്ല ബ്ലാക്ക് കളറിലായി വരും. അപ്പോൾ ഓഫ് ചെയ്യട്ടോ. അപ്പോൾ പൊറോട്ടയും ബീഫും ആക്കിയോണ്ട് തന്നെ വീട് മൊത്തം എന്താ പറയുക പൊറോട്ടയുടെ ബീഫിൻ്റെ ആ ഒരു സ്മെല്ലാണ്. അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഊതൊക്കെ കത്തിച്ചിട്ടൊന്ന് പുകയ്ക്കുന്നുണ്ട്. കാരണം വൈകുന്നേരം ആണല്ലോ, രാത്രിയാകുമ്പോൾ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു സ്മെല്ല് എനിക്കത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. രാത്രി വീട്ടിനുള്ളിൽ ഇങ്ങനെ ഫുഡിൻ്റെ സ്മെല്ല് വരുമ്പോൾ എന്തോ പോലെയാണ്. അങ്ങനെ വൈകുന്നേരം നോമ്പോർക്കുന്ന സമയം. അപ്പോൾ മോൾക്ക് എന്താണ് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോൾ റമദാനിലൊക്കെ കുറേ കലാ വീട്ടാൻ അങ്ങനെയൊക്കെ നോമ്പ് ഉണ്ടാവും. ഇനി അടുത്ത റമദാൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ തീർക്കണം. ഇതിപ്പോൾ ഓൾറെഡി ഇവരൊക്കെ ലേറ്റാണ്. ഒരു സ്കൂളില്ലാത്ത സമയത്ത് നോമ്പെടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഫാമിലി ഫങ്ഷൻസും കാര്യങ്ങളും. പിന്നെ നമ്മളെന്താണ് കുറേ അസുഖങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞെല്ലാം ഞാൻ മഴയുള്ള സമയത്തൊക്കെ കുട്ടികൾ അങ്ങനെ എടുത്ത് വിടേണ്ട നോമ്പൊക്കെ ആ ഒരു ടൈമിങ്ങിൽ ചെയ്യിപ്പിക്കലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് എന്താണ് കഴിഞ്ഞ് നമ്മൾ ഡൽഹി വ്ളോഗൊക്കെ കണ്ടുകൊടുക്കാൻ കുറേ പനി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്താ പറയുക സെപ്റ്റംബർ ആ ഒരു മാസമൊന്നും പോയതേ അറിയില്ല. പിന്നെ ഓരോ എക്സാം കാര്യങ്ങൾ, പിന്നെ ക്രിസ്മസ് വെക്കേഷൻ മൊത്തം കല്യാണം, അങ്ങനെയൊന്നും ഇവർക്ക് സ്കൂളുള്ള ദിവസം പിന്നെ നോമ്പെടുത്തിട്ട് പോകാൻ കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ലീവ് വരുന്ന സമയത്താണ് കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുന്നത്. പ്രത്യേകിച്ച് റജബിലുള്ള അതായത് നോമ്പ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പേയുള്ള മാസങ്ങളിൽ ഇടയ്ക്കൊന്ന് ഞാൻ നോമ്പെടുപ്പിച്ചാൽ നമുക്ക് കുട്ടിക്ക് നോമ്പ് തുടങ്ങിയാൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ എടുക്കാനൊന്നായിട്ട്. അല്ലെങ്കിലും നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് നല്ലതാണ്. ഒന്നാമത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മക്കളെ കൊണ്ടൊന്ന് ഫാസ്റ്റിംഗ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരൊന്ന് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അത്രയും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ. അപ്പോൾ എടുക്കുന്ന ഒരു ഫാസ്റ്റിങ് ഇനിയിപ്പോൾ മുസ്ലിം ആവണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു രാവിലെ 10 മണി വരെയോ അങ്ങനെയെങ്കിലും കുറച്ച് സമയം ഫാസ്റ്റിംഗ് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചാൽ നമ്മളെ ഹെൽത്ത് ഒരുപാട് പിന്നെ ഗുണങ്ങളുണ്ടാവും കേട്ടോ. അതിന് ഈ വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നില്ല. ഇടയ്ക്കൊരു ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ്. ഇതിപ്പോൾ എന്താ ഞാൻ റമദാനിലെ കുറച്ച് കാര്യങ്ങൾ കള്ളാ വീട്ടാനുള്ള നോമ്പ് അങ്ങനത്തെ എല്ലാം കുട്ടികളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അങ്ങ് ഒഴിവാക്കി കളയും കേട്ടോ. നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാം അങ്ങ് സെറ്റാക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു മനസ്സമാധാനക്കേടാണ്. എപ്പോഴും ഇത്രയും ലേറ്റ് ആകാൻ പാടില്ല, നേരത്തെ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഓൾറെഡി ഞാൻ ഇപ്രാവശ്യം കുറേ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് അങ്ങ് ലേറ്റായി പോയി. പിന്നെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിന്. പൊറോട്ട മാത്രം കൊടുത്താൽ എനിക്ക് എന്തായാലും സമാധാനം കിട്ടില്ല കേട്ടോ. ഒരു റൈസ് ഐറ്റംസ് എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ മാക്സിമം നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിർപ്പിക്കണം. കാരണം ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ടീനേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫാമിലിയിൽ കുട്ടികൾക്ക് എന്താ പറയുക കുട്ടികളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ വേണം. കാരണം അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്ത് അവരുടെ ഒപ്പം നമ്മൾ നിൽക്കുമ്പോൾ അവർ എന്താ പറയുക ഒരു പുറത്തേക്കുള്ള ലോകത്തേക്ക് ചാടാതെ നമ്മളെ ഫാമിലിയിലുള്ള ആ ഒരു ലോകത്തേക്ക് തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളില്ല നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഒരു ഹാബിറ്റ് വന്നാലില്ല നമുക്ക് രാത്രി ഇഷ്ടം പോലെ സമയം കിട്ടും കേട്ടോ. എനിക്കൊരു 7 മണിയാകുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങ് കിച്ചണിലേക്ക് പോകേണ്ട പരിപാടിയേ ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട് കുട്ടികളെ കൂടെ പഠിക്കാനും നമുക്ക് എന്തെങ്കിലും വായിക്കാനും ഡയറി എഴുതാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സമയം കണ്ടെത്തും വയ്യും കേട്ടോ. മാക്സിമം കുറേ ഫോണൊന്നും നമ്മൾ മാറ്റി വെക്കാന്നുള്ളതാണ്. പിന്നെ രാത്രി ഞാനൊരു ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാപ്പോൾ ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുരിങ്ങയില പറിച്ചിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കും കേട്ടോ. ഈ മുരിങ്ങയില ചിലപ്പോൾ നമുക്കിപ്പോൾ എന്താണ് തോരൻ വെക്കാനും കറി വെക്കാനും ഒന്നും ടൈം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അതൊക്കെ ഇത് നമ്മളെന്താണ് ഉതിർന്നെടുക്കാനുള്ള കുറച്ച് സമയം വേണമല്ലോ. അതിനൊന്നും വേണ്ട. എന്നാൽ പിന്നെ മുരിങ്ങയിലയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു റെമഡി ആട്ടോ. എല്ലാ ദിവസവും ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കും. ചില ദിവസം മുരിങ്ങയില എന്താണ് മഗ്‌രിബിന് മുമ്പേ പോയി പറിക്കാൻ എൻ്റെ അടുത്ത് മറന്നു. അപ്പോൾ ഓർത്ത് ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മൾക്ക് മുടി കൊഴിച്ചിലിന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാൻ മുരിങ്ങ നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ തണ്ടൊന്നും മാറ്റിയിട്ടില്ല, തണ്ടോട് കൂടി തന്നെ ഞാനൊരു ജഗ്ഗിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം അങ്ങ് ഒഴിച്ച് വെക്കുക. അത്രയും പണിയുള്ളൂ. പക്ഷേങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്.
ചെറിയൊരു ചവർപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു ചവർപ്പുണ്ടാവും കുടിക്കാൻ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കുടിക്കാറുണ്ട്. രാവിലെ എന്നിട്ട് വെറും വയറ്റ് കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇടയ്ക്കിടെ ഒരു ദിവസം വെള്ളം കുടിക്കുമല്ലോ, ആ ഒരു സമയത്തല്ല ഈ ഒരു വെള്ളം, മുരിങ്ങയിലേൻ്റെ വെള്ളം കുടിക്കുക. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ തണുത്തിട്ട് എന്താണ് ഇതിൻ്റെ സത്തൊക്കെ നല്ലപോലെ ഇറങ്ങി പിന്നെ ഒരു ഗ്രീൻ കളറായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുടിക്കാൻ നല്ല ഹെൽത്തിയുള്ള ഒരു ഡ്രിങ്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കയ്യിൽ മുരിങ്ങയിലുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്.